ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വിശ്വനാഥൻ ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കയ്യിലേക്ക് ഡോക്യുമെന്റ്സും കീയും കൈമാറുന്നത് വരെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഒരു ടാക്സി വണ്ടിക്കകത്താണ് എയർപോർട്ടിലേക്ക് അവർ പോകുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇത്രയും വലിയ കോടീശ്വരനായ അയാൾ എന്തിനാണ് ടാക്സി വണ്ടി പോകുന്നതെന്നൊക്കെ സച്ചിയുടെ ചോദ്യവും അതുപോലെ സച്ചിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്നാ അതൊന്നും ആരും അങ്ങനെ വകവെക്കുന്നൊന്നുമില്ല കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഓരോരുത്തരായിട്ട് വീട് മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഓരോ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ മൊത്തം ടെറസിലും അതുപോലെ താഴെയും ഒക്കെ നോക്കിയിട്ടും ചന്ദ്രയ്ക്ക് എന്താ പറയാ കണ്ടിട്ട് മതി വരുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആന്റി മുകളിലൊക്കെ ചുറ്റി കറങ്ങിയോ എന്ന്. ആ കറങ്ങി ശ്രുതി. അതേസമയം രവിയാണെന്നുണ്ടെങ്കിൽ താഴെ ഇരുന്നു കൊണ്ട് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അരികിലേക്ക് ചെന്നുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, നമ്മുടെ വീടിന്റെ മുകളിലും അതുപോലെ താഴെയും കൂടി ചേർന്ന് കഴിഞ്ഞാലും ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ അത്രയും വരില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതിന് ആ എന്ന് മറുപടി പറഞ്ഞിട്ട് വീണ്ടും വായനയിലേക്ക് മുഴുകുകയാണ് കേട്ടോ രവി. ഇത് നോക്ക് രവിയേട്ടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ്. നമ്മുടെ മകൻ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോവാണ്. ഇതെല്ലാം ശ്രുതിയുടെ കഴിവുകൊണ്ടാണ്. അത് മാത്രം പോരാ, നല്ലൊരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങള് നല്ല നിലയിലേക്ക് ഉയരും എന്നുള്ള കാര്യം കൂടി കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് സച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അതിന് പറ്റിയ രീതിയിലാണ് ശ്രുതിക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി പറയുമ്പോ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. പക്ഷെ സച്ചി അവിടെ കാണുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം ഒന്ന് ഡിം ആവുന്നുണ്ട്. ശ്രുതിക്ക് മാച്ചായിട്ട് ശ്രുതിയെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി എന്തെങ്കിലുമൊക്കെ ഇടങ്കോലും ഇടണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുന്നുണ്ട്. അച്ഛ ദൈവം എന്താ ടൈലറാണോ? ഓരോരുത്തർക്ക് അളവെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ആളെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണെങ്കിലും അച്ഛ അമ്മ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്. ഏത് തരത്തിലുള്ള ഭാര്യയാണോ കിട്ടുന്നത് അതുപോലെ ഇരിക്കും ഒരു ആണുങ്ങളുടെ ജീവിതം എന്ന് അമ്മ പറഞ്ഞില്ലേ. ഇപ്പോഴാണ് അച്ഛ എനിക്ക് മനസ്സിലായത് അച്ഛൻ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ വീടൊന്നും വാങ്ങാണ്ടിരുന്നതെന്ന്. സച്ചി എന്തോ ചന്ദ്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് വലിയ ആളായതായിരുന്നു. പക്ഷെ പണി കിട്ടിയത് ചന്ദ്രയ്ക്ക് തന്നെയാണെന്നുള്ള കാര്യം പിന്നീടാണ് കേട്ടോ മനസ്സിലാവുന്നത്. രവിയേട്ടാ ഇത് നോക്ക്, അവന്റെ അടുത്ത് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് എന്താ ഇവന് ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണേ. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി നീ നിന്റെ പണി നോക്കി പോടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് ആ വീടിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണേ. ഇത് കണ്ടുകൊണ്ട് വന്ന ആനന്ദാണെങ്കില് ബ്രോ ജെറ്റ് വേഗത്തിലാണല്ലോ വളർച്ച, അധികം വൈകാതെ തന്നെ ഹെലികോപ്റ്റർ പ്രൈവറ്റ് ജെറ്റിൽ മേടിക്കുന്നതാണല്ലോ തോന്നുന്നത്. ബ്രോ നിങ്ങൾ കലക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിങ്ങനെ തട്ടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ബ്രോ ഒരു ദിവസം നടക്കും. എനിക്ക് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടെന്നാണ് കേട്ടോ മറുപടിയായിട്ട് ശ്രുതി പറയുന്നത്. മറുവശത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയും അതുപോലെ രേവതിയും കൂടി ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സിറ്റിയിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് അങ്ങനെ സൗണ്ട് ഡിസ്റ്റർബൻസോ ട്രാഫിക് ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിന്റെ അരികിലേക്ക് വരുവാണ് കേട്ടോ. എടാ ഇതിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എപ്പോഴും ഉണ്ടാകും, ഇത് സ്വിമ്മിംഗ് പൂളാന്ന് പറയാണേ. ഞാൻ സാധാരണയായിട്ട് സിനിമയിലൊക്കെ ഇത് കാണാറുണ്ട്. ഇതുപോലൊരെണ്ണം നമ്മുടെ വീട്ടിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്. അല്ലോടാ എനിക്ക് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നു. സ്വിമ്മിംഗ് പൂളൊന്നും ചന്ദ്രയ്ക്ക് മതിയാവില്ല. കടലിലെങ്ങാനും പോയിട്ട് നീന്താൻ വേണ്ടിയിട്ട് സച്ചി ഇങ്ങനെ കളിയാക്കി ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. ഈ സച്ചിക്ക് ഇത് തന്നെയാണ് ഒരു പരിപാടി എന്നൊക്കെ ശ്രുതി അവിടുന്ന് ഇങ്ങനെ പ്രാഗിക്കൊണ്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് വർഷയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, വർഷ ഇത് നോക്കി, ഇത് എത്ര വലിയ വീടാണ്. ഒരു ദിവസം മുഴുവൻ എടുത്താൽ പോലും ഈ വീട് മൊത്തം ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. ആന്റി ഇത് വീട് വലുത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് വലിയ വീടുകൾ ഇതിന് ചുറ്റുമുണ്ട്. അത് മാത്രമല്ല എന്റെ അച്ഛന് സ്വന്തമായിട്ട് ഇതുപോലത്തെ ഒരു ബീച്ച് ഹൗസ് ഉണ്ട്. പക്ഷേ നിന്റെ അച്ഛന് ബീച്ച് ഹൗസ് ഉണ്ടോ? ബീച്ച് ഹൗസ് മാത്രമല്ല ആന്റി, എന്റെ അച്ഛന് ഒരു ബോട്ട് ഹൗസും ഉണ്ട്. ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോട്ടിന്റെ ഉള്ളില് വീടാണോ എന്ന് ചോദിക്കുകയാണ്. ആന്റി അതല്ല, എന്റെ അച്ഛന് 5 ബോട്ടുകളുണ്ട് ആലപ്പുഴയില്. അത് അച്ഛനും അതുപോലെ അച്ഛന്റെ പാർട്ട്നേഴ്സും കൂടി ചേർന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പാർട്ട്നേഴ്സിന്റെ അല്ലേ, അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കൊച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ആന്റി അത് മാത്രമല്ല യാട്ടും കൂടി ഒരുക്കിക്കൊണ്ടിരിക്കാന്ന് പറയാണേ. അതെന്താന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ബോട്ടിനേക്കാളും വലുത് എന്നാൽ കപ്പലിനേക്കാളും ചെറുത് എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് അങ്ങ് പോവാണ്. ചന്ദ്രയുടെ പൊങ്ങച്ചം കേൾക്കാൻ വേണ്ടി വയ്യാതെ. ചന്ദ്രയാണെങ്കിൽ ആകെ ഇല്ലാതാവുന്നുണ്ട് കേട്ടോ. അമ്മ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ചുമ്മാ ചോദിച്ചതാണെന്ന് പറയാണേ. അച്ഛ വാ അച്ഛ നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട്, എടാ ഇവിടെ അടുത്ത് ബീച്ചില്ലേ,
വർഷയ്ക്ക് എന്തോ വലിയ ബോട്ടൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്, നീ ഒരു കപ്പൽ തന്നെ മേടിച്ച് നിർത്ത. അമ്മയെ കപ്പലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുധി. ചന്ദ്രയുടെ സംസാരം കേട്ടിട്ട് എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണ്, എന്ത് പൊട്ടത്തരായി വിളിച്ചു പറയുന്നു എന്നുള്ള രീതിയിൽ. അതേടാ, ഒരു കപ്പൽ മേടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ബീച്ചിന്റെ അവിടെ നിന്ന് അങ്ങ് കയറി പോവാലോ. അച്ഛാ, കപ്പൽ എന്നുള്ളത് ഓട്ടോറിക്ഷ പോലെയാണ് അമ്മ കാണുന്നതെന്നാ തോന്നുന്നത്. കയറി പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? എനിക്ക് തോന്നുന്നു സുധിയെ അമ്മ ഒരു കപ്പൽ വ്യാപാരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം. എടാ, നിന്റെ അമ്മ വിചാരിക്കുന്നത് ബോട്ടാണ് കപ്പൽ എന്നുള്ള കാര്യം. ഇത് നോക്ക് രവിയേട്ടാ, ബോട്ടാണോ കപ്പല്, കപ്പലാണോ ബോട്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സുധി, എന്തായാലും നിനക്ക് കൺദൃഷ്ടിപ്പെട്ടിട്ടുണ്ടാകും. പണ്ട് തന്നെ നീ നല്ല മാർക്കോട് കൂടി പാസ്സാകുമ്പോ അടുത്തുള്ളവർക്ക് ഒന്നും അത് ഇഷ്ടപ്പെടില്ലായിരുന്നു. അച്ഛാ, അമ്മ പറയുന്നതേ പണ്ട് അടുത്തുള്ളവർക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ട് വേണോ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. ചന്ദ്ര നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. 2 ദിവസം ഇവിടെ തങ്ങാൻ വേണ്ടി പോവാണ്. വന്ന ഉടനെ തന്നെ നീ ആരംഭിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാനോ പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിച്ചിട്ട് ചന്ദ്ര രവിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും ആന്റി വാ 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 മതി മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീടിന്റെ ഉള്ളിലെത്തിയതിനു ശേഷം ചന്ദ്ര ചോദിക്കുന്നത്, ഇത് ഇത്രയും വലിയൊരു വീടല്ലേ, ഇത് അടിച്ചു തുടക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം എടുക്കുമല്ലോ, എങ്ങനെയാണ് ഇത്രയും വലിയൊരു വീട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുക? ആന്റി, നമ്മൾ ഇങ്ങോട്ട് വരുന്നത് വരെ നമുക്ക് ഈ വീട് വേണമെന്നുണ്ടെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കാം. സിനിമ ഷൂട്ടിംഗ് ഒന്ന് ചോദിക്കാനോട് ചന്ദ്ര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അതെ ആന്റി, നമ്മളൊരു പോർഷനകത്ത് ഇരുന്നിട്ട് ബാക്കി പോർഷൻ നമുക്ക് ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാം. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുധിയും പറയുന്നുണ്ട്, അതെ അമ്മേ, വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗസ്റ്റ് ഹൗസ് പോലെ കൊടുക്കുകയും ചെയ്യാം. ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവര് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയസ് ഒക്കെ നോക്കും. അങ്ങനെ അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെന്റും നന്നായിട്ട് കിട്ടും. അതെ ആന്റി, നമ്മള് ലോൺ എടുത്തിട്ടാണല്ലോ ഈ വീട് വാങ്ങുന്നത്, EMI കെട്ടണമല്ലോ. ഇതുപോലെ റെന്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ EMI എല്ലാം അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഐഡിയ നല്ലത് തന്നെയാണ് കേട്ടോ ശ്രുതി. ഇതുപോലത്തെ ഐഡിയ ഒക്കെ നിനക്ക് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മരുമകളെ നന്നായിട്ട് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അതുപോലെ തന്നെയാണ് ആനന്ദ് സംസാരിക്കുന്നത്. ശ്രുതി, നിനക്കെന്തായാലും നല്ലൊരു ഭാര്യയെ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല മണി മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന ഒരു വൈഫിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നീ ഭയങ്കര ഭാഗ്യം ചെയ്തവനാണടാ. നീ എന്റെ കൂടെ പാർക്കിൽ ഇരുന്ന് അവൻ തന്നെയാണോ? പാർക്കിൽ ഇരുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സുധിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. അപ്പോഴേക്കും സുധിയുടെ ഫോണിലേക്ക് വിശ്വനാഥൻ സാർ വിളിക്കുകയും ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സിംഹാസനത്തിൽ രാജാവ് ഇരിക്കുന്നത് പോലെയാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ അരികിൽ തോഴിയെ പോലെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. എന്നിട്ട് ഒരു കോഫി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയാണ്. ഇത് കേട്ട രേവതി, കോഫിയോ? അതെ, എല്ലാവർക്കും പോയിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാ എന്ന് പറയുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് കയറി വന്നിട്ട്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, കിച്ചൺ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് രേവതി മാത്രമേ അച്ഛൻ ഓർമ്മ വരുള്ളൂ. അത് പിന്നെ എന്ത് ചെയ്യാനാണ്, ഓരോരുത്തർക്ക് അറിയുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ലേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ചന്ദ്ര. അമ്മ എന്തിനാ വന്ന ഉടനെ തന്നെ രേവതി ചേച്ചിയുടെ അടുത്ത് കോഫി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്? ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്ന് ശ്രീകാന്ത് പറയാണേ. എന്തിനാണ് അനാവശ്യ ചെലവ്? ഞാൻ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ പാലുണ്ട്, അതുപോലെ കാപ്പിപ്പൊടി ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാര എല്ലാം ഉണ്ട്, പിന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇവളുണ്ട്, പിന്നെ എന്തിനാണ്? തുടർന്ന് രേവതിയും പറയുന്നുണ്ട്, അമ്മേ അവിടെ പാലുള്ളത് ഞാനും കണ്ടു, പക്ഷെ ഫ്രിഡ്ജ് ഓൺ അല്ല. ആ പാല് എന്ന് മേടിച്ചു വെച്ചാന്നുള്ള കാര്യം ആർക്കാണ് അറിയുന്നത്? ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്ന് മേടിച്ചു വെച്ചതാണ്. ചായ ഉണ്ടാക്കിയിട്ട് അമ്മയുടെ വയറിന് എന്തെങ്കിലും സംഭവിച്ചാലോ? എങ്ങനെയാണെങ്കിൽ രേവതി, നീ വേഗം തന്നെ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് സച്ചിയേട്ടനൊന്നും ചുമ്മാ ഇരുന്നേ. അമ്മേ, ആ പാല് നമ്മൾ മേടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല, ഇത് എന്ന് മേടിച്ചെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അത് മാത്രമല്ല ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ചിലപ്പോൾ പൂപ്പല് വന്നിട്ടുണ്ടാകും. ഇനി അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് രേവതി പോകുമ്പോഴേക്കും രേവതി ചേച്ചി ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വർഷ ചന്ദ്രയുടെ അരികിൽ ചെന്നിട്ട്, ആന്റി വെറുതെ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ, പഴയ പാലിനകത്തൊക്കെ ഉണ്ടല്ലോ, ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ചന്ദ്രയെ പേടിപ്പിക്കുന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് വർഷ ഇത് പറഞ്ഞത്. അത് കേട്ട് പലർക്കും ചിരി വരുന്നുണ്ടെങ്കിലും ആണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേ, വർഷയും അതുപോലെ രേവതിയും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഏടാകൂടങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്തായാലും രണ്ടെണ്ണത്തിന് പിരിച്ചേ പറ്റുള്ളൂ. ചന്ദ്ര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അമ്മയെ കോഫി ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. നീ കോഫി എന്നല്ല ഒന്നും ഉണ്ടാക്കണ്ട, ഇനിയിപ്പോ അത് നല്ല പാലാണെന്നുണ്ടെങ്കിലും നിന്റെ വയറ്റരിച്ചില് അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എനിക്ക് കോഫിയും വേണ്ട, ഒന്നും വേണ്ട. അമ്മയ്ക്ക് ഇപ്പൊ കോഫിയല്ലേ വേണ്ടത്, ഞാൻ ഓർഡർ ആക്കി തരാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട എന്ന് ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും അമ്മ അതുകൊണ്ടല്ല, ഇപ്പൊ അധികം വൈകാതെ ന്യൂമറോളജിസ്റ്റ് ഇങ്ങോട്ട് വരുന്നു പറയാണേ. എന്താടാ നീ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോ അത് പേര് വെക്കുന്ന ആളാന്ന് പറയാണേ. അച്ഛ ജനിച്ചപ്പോ തന്നെ ഇവന് പേരിട്ടതല്ലേ, എന്താ ഇവൻ പേര് മാറ്റാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോ സുധി, എനിക്കല്ലടാ ഈ വീടിന് പേര് വെക്കാൻ വേണ്ടി പോവാണ്. ഓ, പണിക്കര് വരാൻ വേണ്ടി പോവാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാലല്ലടാ എനിക്ക് മനസ്സിലാവുള്ളൂ. എടാ സുധി, നീ അല്ലാണ്ട് ഇവനെടുത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ചന്ദ്ര.
ഇപ്പോ ഇതൊക്കെ ഒരു ഫാഷനാണ്, അതിനെക്കുറിച്ചൊക്കെ ഇവൻ എങ്ങനെ അറിയുന്നത്? ഇവൻ വെറും കാർ ഓടിക്കുന്നവനല്ലേ? അങ്ങനെ സച്ചിയെ കൊച്ചാക്കുന്നത് കേൾക്കുമ്പോഴേക്കും രേവതിയും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. എന്താ അമ്മേ കാർ ഓടിക്കുന്നവർക്ക് പ്രശ്നം? അവർക്കും അറിവുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു. ഇവളൊരുത്തി അവൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും ചാടി വീണോളെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ കോഫി അല്ലേ വേണ്ടത്? ഞാൻ പാൽ ഓർഡർ ചെയ്ത് തരാം. ശ്രുതി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി തരുന്ന ശ്രുതി കേട്ട ഉടനെ തന്നെ അതെ പൗഡർ എടുത്ത് നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് പറയാണേ. സച്ചി ഒന്ന് കൊടുത്തതാണ്. ഇവൾ എന്തിനാണ് കാഫിയൊക്കെ ഉണ്ടാക്കുന്നത്? ഇവള് പാർലറിൽ ജോലി ചെയ്യുന്ന ആളാണ്. കല്യാണ പെണ്ണിനെ നന്നായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് ഇത്രയും ഭംഗിയിൽ അവളെ ഒരുക്കി നിർത്തിയെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും ചോദിക്കും. അങ്ങനത്തെ ഒരു പണി ചെയ്യുന്നവളാണ് എന്റെ മരുമകള്. അവൾ എന്തിനാണ് കിച്ചണിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നത്? അവൾക്ക് അതിനൊന്നും ഒരാവശ്യവും. അച്ഛാ, അമ്മ ഓവർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അമ്മയുടെ അടുത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെ പൊക്കോളാൻ വേണ്ടി പറ, അല്ലെങ്കിൽ നടുക്ക് തെന്നി വീണെന്നുള്ള കാര്യം സച്ചി പറയാണേ. അതുപോലെ തന്നെയാണല്ലോ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു വീട് വാങ്ങുന്നതിനാണ് തഞ്ചാവൂരിലെ കോവിൽ എന്തോ വാങ്ങുന്നത് പോലെ വലിയ സീനാക്കുന്നത്. ഇതിനകം തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞ ആ പണിക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, പേരിടാൻ വേണ്ടിയിട്ട്. വന്ന ഉടനെ തന്നെ അയാൾ തന്നെ നല്ലൊരു കൊമേഡിയൻ ആണ്. അയാളുടെ പേര് 6 വെച്ച് എന്തോ ആണ് തുടങ്ങുന്ന ഒരു പേരാണ് കേട്ടോ. അയാളെ എല്ലാവരും 6 എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, 6 എന്ന് പറയുന്നത് ശുക്രനാണ് എന്നും അങ്ങനെ ഓരോരുത്തർ എന്നെ വിളിക്കും തോറും എന്റെ പവർ ഇങ്ങനെ കൂടി 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 വരുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അഞ്ജലി അങ്ങനെ എന്തോ ആണ് കേട്ടോ. 5 എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ടോക്കൺ നമ്പർ വിളിക്കുന്നത് പോലെ ആണോ പേര് വിളിക്കുന്നത്? ഇവൻ നന്നായിട്ട് തമാശ പറയുന്നുണ്ടല്ലോ. നമ്പറാണ് മോനെ എല്ലാം, എന്റെ നമ്പർ 1 അതുകൊണ്ട് ഒരൊറ്റ കുഞ്ഞു മാത്രമേ എനിക്കുള്ളൂ. ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യ നമ്പർ 10 11 ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ കൂടിയേനെ. സച്ചി പറയുന്നത് കേൾക്കുമ്പോ ശ്രുതിയാണെങ്കിൽ എടാ ഒന്ന് ചുമ്മാതിരിക്കുന്നു പറഞ്ഞിട്ട് അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ. അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്ത ഉടനെ തന്നെ ചന്ദ്രയുടെ മുഖത്തേക്ക് അയാൾ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ല മറ്റൊന്നും കൊണ്ടല്ല, ശ്രുതിയുടെ മുഖം ഇത്രയും അഴകായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഈ അഴക് എവിടുന്ന് വന്നതെന്നുള്ള കാര്യം നോക്കിയതാണ്. നിങ്ങളുടെ മുഖത്ത് നല്ല ലക്ഷ്മി കടാക്ഷം ഉണ്ട്, ജയിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ പിറന്ന പോലെയാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നന്നായിട്ട് പൊക്കി അടിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ ശ്രുതിയുടെ കീ എവിടെയാന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിയിട്ടാ വന്നതെന്നുള്ള കാര്യം തോന്നുന്നത്. സച്ചിയേട്ടാ ബാക്കി അയാൾ എന്തൊക്കെ പറയുന്നുള്ള കാര്യം നമുക്കും കേൾക്കാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്റെ മകൻ എന്നെ പോലെ തന്നെയാണ്, എന്റെ എല്ലാ കഴിവുകളും അവന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചന്ദ്രയും പറയുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ മകനെ ജീവിതത്തിലെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ആണല്ലേ, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ചന്ദ്രയും തിരിച്ചു പറയുന്നുണ്ട്. എന്റെ മകൻ ഈ വീടിന് നല്ലൊരു പേര് വെക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നു. വരൂ നിങ്ങൾ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും അയാളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വാസ്തുപ്രകാരം ഞാൻ ഇവിടെയാണ് ഇരിക്കേണ്ടത്, നിങ്ങൾ അപ്പുറത്ത് പോയിരിക്കൂ, ദമ്പതിമാര് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഇരുത്തുന്നുണ്ട് കേട്ടോ അയാള്. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന കാര്യത്തിലും അയാൾ വാസ്തുവൊക്കെ നോക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പറയുവാണേ. കാര്യത്തിലേക്ക് കടന്നാലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു പേര് പറയുന്നുണ്ട്. ആ പേരില് നമ്മുടെ ഇവിടെ ആരും ഇല്ലല്ലോ അച്ഛാ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുവാണ്. സ്നേഹതീരം അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്. ഈ പേര് നല്ലതാണല്ലോ എന്നുള്ള കാര്യം എല്ലാവരുടെയും അഭിപ്രായമുണ്ട്. പക്ഷേ ശ്രുതി മാത്രം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇവ ശരിക്കും പഠിച്ചിട്ട് തന്നെയാണോ അച്ഛ ഡിഗ്രി മേടിച്ചത് അതോ പൈസ കൊടുത്തിട്ടാണെന്നുള്ള കാര്യം തോന്നുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുകയാണേ. കാരണം മണ്ടത്തരാണല്ലോ വിളിച്ചു പറയുന്നത്. നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഇദ്ദേഹം. ഓരോരോ മിനിറ്റിനും പൈസ മേടിക്കുന്ന ആളാണ്. ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നീ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരാളൊന്നും അല്ല എന്ന് സച്ചിയുടെ അടുത്ത് ശ്രുതി പറയണേ. അതല്ലെങ്കിലും അങ്ങനെ തന്നെ തന്നെയാണെടാ. കാരണം നിന്നെ പോലത്തെ ആൾക്കാരുണ്ടാകുമ്പോ ഇയാളെ പോലത്തെ ആൾക്കാർ സെക്കൻഡിന് സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ആ പണിക്കർ ചോദിക്കുന്നുണ്ട് ആരാണ് ഇവന്ന്. ഇത് കേട്ട ശ്രുതി അങ്ങനെ പേരെടുത്ത ആളൊന്നുമല്ല, എന്ത് പറയാനാണ്, എന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ പിറന്നവനാണെന്ന് സച്ചിയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് പെരുമപ്പെടാൻ വേണ്ടിയിട്ട് വലിയ ആളാവണമെന്നുള്ള ആവശ്യമൊന്നുമില്ല, നല്ല ആളായിട്ട് ഇരുന്നാൽ മതി, അത് നിന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. രേവതി കുറച്ച് ദേഷ്യത്തോട് കൂടി തന്നെയാണ് കേട്ടോ പറയുന്നത്. ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ആകെ ഇല്ലാതെ ആവുന്നുണ്ട്. രേവതി നീ വിട്ടേക്ക്, ഇവനൊക്കെ പറഞ്ഞിട്ട് വേണോ ഞാൻ എങ്ങനത്തെ ആളാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് പണിക്കനാണെന്നുണ്ടെങ്കിൽ എന്താണ് നിന്റെ പേരെന്ന് ചോദിക്കാണേ. അയ്യോ പണിക്കരെ, എന്റെ പേര് മാറ്റമൊന്നും വേണ്ട, എന്റെ അച്ഛൻ എനിക്ക് നല്ല പേരാ വെച്ചിരിക്കുന്നത് സച്ചി. അതെ എന്റെ സച്ചിയാണ് എന്റെ സ്വത്ത്, ആ പേരൊന്നും നിങ്ങൾ മാറ്റണ്ട എന്ന് രവിയും. അച്ഛൻ സൂപ്പർ ആയിട്ടാ മറുപടി കൊടുത്തതെന്ന് സച്ചി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുവാണ്. നിങ്ങൾ ശ്രുതി ഏത് രീതിയിലുള്ള പേരാണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. സർ എന്റെ വൈഫിന്റെ പേര് ശ്രുതി, എന്റെ അമ്മയുടെ പേര് ചന്ദ്ര. എടാ അച്ഛന്റെ പേര് രവി, അതും കൂടി പറയടാ. നിക്കടാ, എന്റെയും എന്റെ ഭാര്യയുടെയും അമ്മയുടെയും കൂടി പേര്
ചേരുന്ന ഒരു പേരായിരിക്കണം സാർ എന്തായാലും. ഇത് കേട്ടിട്ടും സച്ചി ചുമ്മാതിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അച്ഛന്റെ മൂത്ത മകൻ എന്തായാലും നല്ല ആളാണ് കേട്ടോ. എല്ലാവരും പറയില്ലേ നല്ല പേരെടുക്കണം എന്ന്. അങ്ങനത്തെ അച്ഛന്റെ നല്ല പേരെടുത്ത് കളഞ്ഞിട്ട് 3 പേരുടെയും പേര് മാത്രം വെക്കാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ. അവന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും പേര് വെക്കട്ടടാ, അതിന് നിനക്കെന്താടാ പ്രശ്നം എന്നൊക്കെ സച്ചിയുടെ അടുത്ത് രവിയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ശ്രുതി നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എപ്പോഴും ഭർത്താവും ഭാര്യയും ഭർത്താവിന്റെ അമ്മയും അതാണ് കറക്റ്റ് ആയിട്ടുള്ള രാശി വരുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതിയും ചുമ്മാ അടിച്ചു വിടുവാണ് കേട്ടോ. സച്ചേട്ട പറഞ്ഞ് ഒപ്പിക്കുന്നത് കണ്ടില്ലേ സുധിയേട്ട എന്ന് ശ്രീകാന്ത് ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഭാമ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഭാമയെ കണ്ടോടെ തന്നെ ചന്ദ്രയാണെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണെ. ഇത്രയും ദൂരമൊക്കെ കൊണ്ടുപോയിട്ട് വീടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നേരത്തെ വരുന്നത്? ശ്രുതിയും ശ്രുതിക്കും ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ പുതിയ വീട് വാങ്ങിയതിന്. അതിനുശേഷമാണ് അവിടെ ഇരിക്കുന്ന ആളെ കാണുന്നത്. ഇയാൾ ആരാണ്, ഇയാൾ എന്തിനാ നടുവീട്ടിൽ കൊണ്ട് ഇരുത്തിയെന്നൊക്കെ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വീടിന്റെ പേര് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ന്യൂ എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്ര തുടങ്ങുമ്പോഴേക്കും ന്യൂമറോളജിസ്റ്റ് ആയിരിക്കും അല്ലേ? അത് തന്നെ. നീ അവിടെ പോയിരിക്കും ഭാമ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭാമയെ അങ്ങ് പറഞ്ഞു വിടുവാണേ. അങ്ങനെ അദ്ദേഹം നോക്കിയിട്ട് ആദ്യം ഒരു പേര് പറയുന്നുണ്ട് കേട്ടോ. റോസാപ്പൂ വെച്ചിട്ടുള്ള റോജ ഇല്ലം അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത്. ഇത് റോസാപ്പൂ എന്നൊക്കെ പറയുമ്പോൾ നല്ലതാണല്ലോ, എല്ലാവർക്കും പേരൊക്കെ ഇഷ്ടാവുന്നുണ്ട്. പക്ഷെ സച്ചി ആണെങ്കിൽ ഇടങ്കോലിടുവാണേ. കൈകൊട്ടിക്കൊണ്ട് അവരുടെ അരികിലേക്ക് വന്നിട്ട് ആ പണിക്കർക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ല അടിപൊളി പേരാണ് രേവതി, ഇത് നിനക്കാണ് നല്ലതായിട്ട് വരുന്നത്. എനിക്കൊന്ന് ചോദിക്കുമ്പോ അല്ല നമ്മുടെ വീട്ടില് പൂ വിൽക്കുന്നത് നീയാണല്ലോ. അങ്ങനെ റോജ ഇല്ലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പൂ വിൽക്കുന്ന നീയാണ് ഈ വീട് വാങ്ങിയെന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞിട്ട് ഇരുന്നോടത്ത് പിന്നെയും പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ സച്ചി. ചെറിയൊരു കൊളത്തിട്ട് കൊടുത്തതാണ്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അത് വേണ്ട എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും അയ്യോ അത് വേണ്ട, ഈ പേര് ഒരിക്കലും സെറ്റ് ആവില്ല എന്നുള്ള കാര്യം ശ്രുതി അവരുടെ അടുത്ത് പറയാണ്. എന്താ അവർ ആ പേര് വെക്കാഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ചുമ്മാതിരുന്നാൽ തന്നെ അവൻ ആ പേര് വെച്ച തന്നെ. അതെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, രേവതി ചേച്ചിക്ക് ഏതെങ്കിലും രീതിയിൽ ക്രെഡിറ്റ് വരുമോ എന്നുള്ളൊരു ഭയമാണ് ശ്രുതിയേട്ടന്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ഞാൻ എന്ത് പേരെടുക്കാനെന്ന് രേവതി ചോദിക്കുകയാണ്. ചേച്ചി ചുമ്മാതിരിക്കി, ഇനി അടുത്ത പേര് എന്താ പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാന്ന് ശ്രീകാന്ത്. എല്ലാവർക്കും ശരിക്കൊരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയാണ് ശ്രുതി അവിടെ. അതിനിടയ്ക്ക് ചന്ദ്രയും പറയുന്നുണ്ട് ഈ പൂവിന്റെയും നാരിന്റെയും പേരൊന്നും വേണ്ട, വേറെന്തെങ്കിലും ഒരു പേര് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നത് ശ്രുതിയുടെയും സുധിയുടെയും അതുപോലെ ചന്ദ്രയുടെയും പേരെന്ന് ഓരോരോ അക്ഷരം എടുത്തിട്ട് ഒരു പ്രത്യേക തരം ഒരു പേരാണ് കേട്ടോ. ആ പേര് കേട്ടിട്ട് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും അത്ര അങ്ങോട്ട് തൃപ്തിയൊന്നും തോന്നില്ല. ഇത് എന്ത് പേരാണ്, ഫോറിനിലുള്ള ഏതോ പട്ടിക്ക് പേര് വെച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് സച്ചിൻ കൂടി പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ശ്രുതിയും അതുപോലെ ശ്രുതിയും. പക്ഷെ ആ പേര് തന്നെയാണ് അവസാനം അവര് കൺഫേം ചെയ്യുന്നത്. സച്ചി കളിയാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ പണിക്കര് പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ പേരിനും കളിയാക്കി പറയരുത്, ഈ ഒരു പേരിന് പല ലാംഗ്വേജിൽ പല അർത്ഥങ്ങളാണുള്ളതൊക്കെ പറഞ്ഞിട്ട് ആ പേരങ്ങ് ധരിപ്പിച്ച് കൊടുക്കുവാണ്. അതെന്തോ വലിയ കാര്യമാണ്. പറഞ്ഞത് കേൾക്കുമ്പോൾ നോർമൽ മലയാളം വേർഡ് അല്ല, കുറച്ച് പരിഷ്കരിച്ച പേരായതുകൊണ്ട് തന്നെ ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും നന്നായിട്ട് പൊക്കിയടിച്ച് കൊടുക്കുന്നുണ്ട്. പേരൊക്കെ വെച്ച് പോകുന്നതിന് മുമ്പായിട്ട് ആ പണിക്കര് പറയുന്നുണ്ട് കേട്ടോ, എന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പേയ്മെന്റ് അയച്ചാൽ മതി 25,000 രൂപ ഒരു പേര് വെക്കാൻ, അതും ആ ഒരു വടക്ക് പേര് വെക്കാൻ വേണ്ടിയിട്ട് 25,000 രൂപയാണ് കേട്ടോ അയാൾ ചോദിച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ സച്ചി ഇരുന്നിടത്ത് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. 3 അക്ഷരത്തിൽ പേര് വെക്കാൻ വേണ്ടിയിട്ട് 25,000 രൂപയോ? ഇതൊക്കെ അവർ നന്നായിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം പറയുന്ന പേരുകളാണ്. അതിന്റെ ഓരോ അക്ഷരത്തിലും ഓരോരോ കാര്യങ്ങളുണ്ടാകും, അത്രയ്ക്കും പവർ ഉണ്ടാവും. അത് നമ്മൾ പറയും തോറും പോസിറ്റീവ് വൈബാണ് വന്നുകൊണ്ടേ ഇരിക്കുക. സർ അതിനെക്കുറിച്ചൊന്നും ഇവൻ അറിയില്ല. സാറിന് ഞാൻ പേയ്മെന്റ് അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ 25,000 കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ടല്ലോ. അയച്ചിട്ടുണ്ട് സർ, അതെല്ലാം മൊത്തത്തിൽ എനിക്ക് 7 നമ്പറാണ് അത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും സച്ചി ആണെങ്കിൽ അയ്യോ സാറേ മതി, നിങ്ങൾ പോകാൻ വേണ്ടി നോക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ സച്ചി. കാരണം കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അയാൾ വേണമെന്നുണ്ടെങ്കിൽ 50,000 അടിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. പേരെന്തായാലും കൺഫേം ചെയ്തല്ലോ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആ പേരങ്ങ് വിളിച്ചു കൂവുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ആനന്ദാണെന്നുണ്ടെങ്കിൽ പേര് കൺഫേം ചെയ്തല്ലോ, ബോർഡ് അടിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോ പെണ്ണിനെ ഒന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. എടാ പെണ്ണെന്ന് ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല, ഇവിടെ ബാധ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ട ഉടനെ തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടാ ഈ വീട്
വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ പ്രേതബാധ വല്ലതും ഉണ്ടാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിയേട്ട പറഞ്ഞിട്ടില്ലായിരുന്നോ? പേടിച്ചിട്ടാണ് വരുത്തുന്നത് എന്നുള്ള കാര്യം പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട്. ഇത് നോക്കി രേവതി, പേടിച്ചിട്ടൊന്നുമല്ല, ഇതുപോലെ വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ മേടിക്കുന്ന ആൾക്കാര് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമ്മള് വാസ്തുവൊക്കെ നോക്കില്ലേ, അതുപോലെ. ഓ, അപ്പോ ബാധയുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പോവാണല്ലേ? ആനന്ദ് ബ്രോ, നിങ്ങൾ പോയിട്ട് കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ ശ്രുതി അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ബാമാൻറ്റി എന്തായാലും പോരുത് കേട്ടോ, ഇവിടെ പ്രേതബാധ ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം പോയാൽ മതി. അയ്യോ സച്ചി, എനിക്ക് പേടിയാണ്. ആര്? ബാമാൻറ്റിക്ക് പേടിയോ? എന്നിട്ട് ഇത്രയും കാലം അമ്മയുടെ കൂടെ എങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നടന്നത്? ബാധയാക്കിയല്ലോ നമ്മുടെ സച്ചി. അത് കേട്ടിട്ട് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആനന്ദ് ആ പറഞ്ഞിരിക്കുന്ന സ്ത്രീയെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അവര് കാറിൽ വന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കെന്തോ ശരീരം മൊത്തം എന്തോ ആവുന്നത് പോലെ, ശ്രുതി വാ നമുക്ക് ഉള്ളിൽ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോഴേക്കും ആ സ്ത്രീ ഉള്ളിലേക്ക് കയറി വരുവാണ്. ചന്ദ്ര ഭാമയോടൊപ്പം പുറത്തേക്ക് വരുന്ന സമയത്താണ് ആ സ്ത്രീ ഉള്ളിലേക്ക് കയറി വരുന്നത്. സ്ത്രീയുടെ ആ കോലവും വേഷതൊക്കെ കണ്ടിട്ട് ചന്ദ്ര പേടിക്കുന്നുണ്ട്. ആനന്ദിന്റെ അടുത്ത് നീ ആരെയാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇതാണ് പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ആള്. അങ്ങനെ പ്രേതത്തെ ഓടിക്കാൻ വേണ്ടി വന്ന ആളെ കണ്ടിട്ട് ചന്ദ്ര തന്നെ ഭയന്നു പോകുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, സച്ചി പറഞ്ഞതിന്റെ ആ പേടിയുണ്ട്. ഇത്രയും വില കുറച്ച് കൊടുക്കുന്നു, ഇനി അവിടെ വല്ല പ്രേതബാധ ഉണ്ടെങ്കിലും ഒഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ അതൊന്നും അവർ സമ്മതിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഇനി ആ പ്രേതം ഓടിക്കാൻ വേണ്ടി വരുന്ന ആ സ്ത്രീ എന്തൊക്കെയാണ് ഇനി അവിടെ കാണിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. ഇന്ന് പേരിടലിന്റെ കാര്യങ്ങളും നാളത്തെ എപ്പിസോഡിൽ പ്രേതത്തിന്റെ കാര്യങ്ങളും, ഇനി മറ്റന്നാളത്തോട് കൂടിയിട്ട് ശ്രുതിയുടെ വീട് അല്ലാതാവുകയും ആ 30 ലക്ഷം കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തില് പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്